പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടി കേസിലെ പ്രതിയായ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഷഫീറിന് ജാമ്യമില്ല. ഷഫീറിന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളി. മുഖ്യപ്രതി സവാദിനെ സഹായം ചെയ്തെന്ന ഷഫീറിനെതിരായ കുറ്റം പ്രഥമ ദൃഷ്ട്യാ ശരിയെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഗുരുതര സ്വഭാവമുള്ള മറ്റ് 4 കേസുകളിലും പ്രതിയാണ് ഷഫീർ. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് മറ്റ് നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ? വിഷ്ണു, ടി.ജെ. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ 55-ാം പ്രതിയായിട്ടുള്ള PFI ഭീകരൻ ഷഫീറിന്റെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത്. നേരത്തെ പ്രത്യേക NIA കോടതി ജാമ്യ ഹർജി തള്ളിയിരുന്നു. തുടർന്ന് ഇത് അപ്പീലുമായിട്ട് ഷഫീർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ അപ്പീൽ ഹർജി തള്ളിയ സമയത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നിരീക്ഷണം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ഷഫീറിനെതിരായിട്ടുള്ള കുറ്റം അത് പ്രഥമ ദൃഷ്ട്യാ ശരിയാണെന്നായിരുന്നു നേരത്തെ NIAയുടെ പ്രത്യേക കോടതി നിരീക്ഷിച്ചത്. ആ നിരീക്ഷണത്തോട് തങ്ങൾ യോജിക്കുന്നുവെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമാത്രവുമല്ല, ഈ ഷഫീർ നേരത്തെ പല 4ഓളം കേസുകളിൽ മറ്റ് 4 കേസുകളിൽ കൂടി പ്രതിയായിരുന്നു. ആ കേസുകൾ എന്ന് പറയുന്നതും ഗുരുതര സ്വഭാവമുള്ളതാണ്. ഈ ഗുരുതര സ്വഭാവമായിട്ടുള്ള പല കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ, അതുമാത്രവുമല്ല നിലവിൽ ഈ കുറ്റം അതും ഗുരുതര സ്വഭാവമുള്ളതാണ്. ക്രിമിനൽ പശ്ചാത്തലം ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ ജാമ്യം നൽകാനാകില്ല എന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. ഈ മുഖ്യപ്രതി, അതായത് ഈ കൈവെട്ട് കേസിലെ മുഖ്യപ്രതിയായിരുന്ന സവാദിന് വേണ്ട സഹായങ്ങൾ ഒളിവിൽ കഴിഞ്ഞ സമയത്ത് ചെയ്തു കൊടുത്ത ആളാണ് ഷഫീർ. ഷഫീർ അറസ്റ്റിലാകുന്നത് ഓഗസ്റ്റ് മാസം, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം 23-നാണ്. ഈ കഴിഞ്ഞ വർഷം തന്നെ ജനുവരി മാസം സവാദും അറസ്റ്റിലായിരുന്നു. 10 മാസത്തോളമായിട്ട് റിമാൻഡിൽ കഴിയുകയാണ് ഷഫീർ. അതിനിടയിൽ NIA കോടതിയെ സമീപിച്ചുകൊണ്ട് ജാമ്യ നീക്കം നടത്തിയിരുന്നു. പക്ഷേ അത് NIA കോടതി തള്ളുകയും അത് ഹൈക്കോടതിയിൽ അപ്പീൽ വരികയുമായിരുന്നു. അപ്പീലിനെ തുറന്ന് NIA അഭിഭാഷകൻ എതിർക്കുകയും ചെയ്തിരുന്നു. കാരണം ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകുന്നത് ഭാരതത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുമെന്നുള്ളതായിരുന്നു ഈ പറയുന്ന ഹർജിയിൽ, അതായത് ഷഫീറിന്റെ അപ്പീലിൽ ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ വാദിച്ചത്, അതായത് NIAയുടെ അഭിഭാഷകൻ വാദിച്ചത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. എന്തായാലും ഗുരുതര സ്വഭാവമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. അതും ക്രിമിനൽ പശ്ചാത്തലം കൂടി കണക്കിലെടുക്കുമ്പോൾ യാതൊരു ഘട്ടത്തിലും ജാമ്യം നൽകാനാകില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. വിഷ്ണു, ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.